ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുണ്ടാകും. പക്ഷേ ഈ ഇഷ്ടത്തിൻ്റെ അളവ് കൂടി ഒരു വല്ലാത്ത ഇഷ്ടമായാലോ? അവിടെ നമുക്ക് ഉപയോഗിക്കാം കീൻ ടു. കീൻ എന്നാൽ തീക്ഷ്ണമായ. കീൻ ടു ഡു സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വല്ലാത്ത ആഗ്രഹം, വല്ലാത്ത ഇഷ്ടം എന്നാണ് മീനിങ്. എക്സാമ്പിൾസ് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. ഐ ആം കീൻ ടു മീറ്റ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമാണ്. മീറ്റ് എന്നാൽ കാണുക, കണ്ടുമുട്ടുക. ഹി ഈസ് കീൻ ടു ലേൺ ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു. വല്ലാത്ത ആഗ്രഹം ആണ് എന്നർത്ഥം. നീന ഈസ് കീൻ ടു ഡാൻസ് ഓൺ ദ സ്റ്റേജ്. നീനയ്ക്ക് സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ് എന്നാണ് ആ സെൻറ്റൻസിന് അർത്ഥം. ദേ ആർ കീൻ ടു സ്റ്റാർട്ട് എ ബിസിനസ്. അവർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമാണ്. അവർ അത് അതിയായി ആഗ്രഹിക്കുന്നു എന്നർത്ഥം. നമുക്ക് ഇത്തരം സെൻറ്റൻസസ് പറയാൻ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ആം അല്ലെങ്കിൽ ഇസ്, അതും അല്ലെങ്കിൽ ആർ പ്ലസ് കീൻ ടു പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അത് കഴിഞ്ഞ് ഓബ്ജക്റ്റ് ആവാം. സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ആകാം. അത് ഐ സബ്ജക്റ്റ് ആണെങ്കിൽ ആം ആണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം യു, വി, ദേ പിന്നെ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ ഉപയോഗിക്കണം. ഇനി ഹി, ഷീ അതേപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കണം. അപ്പോൾ ഐ ആം കീൻ ടു ഡു, യു ആർ കീൻ ടു ഡു, വി ആർ കീൻ ടു ഡു, ദേ ആർ കീൻ ടു ഡു, ഹി ഈസ് കീൻ ടു ഡു, ഷീ ഈസ് കീൻ ടു ഡു. അപ്പോൾ ഇത്തരത്തിൽ കീൻ ടു ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഇത് പ്രസൻറ്റ് ടെൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിലോ സബ്ജക്റ്റ് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് വാസ് അല്ലെങ്കിൽ വേർ ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് ഓർ വേർ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് കീൻ ടു, പിന്നെ അതും കഴിഞ്ഞ് V1 ഫോം ഓഫ് ദ വേർബ്, പിന്നെ ഓബ്ജക്റ്റും ആകാം. എക്സാമ്പിൾസ് നോക്കാം. ഐ വാസ് കീൻ ടു ഹെൽപ്പ് ഹിം. ഇവിടെ വാസ് ഉപയോഗിച്ചത് ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എനിക്ക് അവനെ സഹായിക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇനി വേറൊരു സെൻറ്റൻസ്. ദേ വർ കീൻ ടു മേക്ക് മണി. അവർക്ക് പൈസ ഉണ്ടാക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറേ പോസിറ്റീവ് സെൻറ്റൻസസ് പഠിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കണ്ടേ? വളരെ സിമ്പിളാണ്, നോക്കാം. ഐ ആം കീൻ ടു മീറ്റ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഐ ആം നോട്ട് കീൻ ടു മീറ്റ് യു. എനിക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമൊന്നുമില്ല എന്ന അർത്ഥമായി. അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയില്ലേ? നോട്ട് എന്ന ഒരു വേർഡ് നമ്മൾ ആ സെൻറ്റൻസിൽ ആഡ് ചെയ്തു. യു ആർ നോട്ട് കീൻ ടു സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അതിയായ ആഗ്രഹം ഒന്നും ഇല്ല. അതും ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ദേ വർ നോട്ട് കീൻ ടു വിസിറ്റ് ആഗ്ര. അവർക്ക് ആഗ്ര സന്ദർശിക്കാൻ വലിയ ആഗ്രഹം ഒന്നും ഇല്ല. ഇവിടെ വേർ ഉപയോഗിച്ചത് ദേ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ദേ എന്നത് അവർ, ഒരു പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ അത്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണ്ടേ? അതും വളരെ വളരെ ഈസിയാണ്. ആർ യു കീൻ ടു മേക്ക് മണി? നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടോ? ഇവിടെ യു ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ആർ ഉപയോഗിച്ചു. ഈസ് ഹി കീൻ ടു മീറ്റ് ഹർ? അവന് അവളെ കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടോ? വേർ ദേ കീൻ ടു കം ഹിയർ? അവർക്ക് ഇവിടെ വരാൻ അതിയായ ആഗ്രഹം ഉണ്ടോ? അതല്ലെങ്കിൽ അവർ ഇവിടെ വരാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടോ?
അപ്പോൾ കീൻ ടു ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഇനി കുറേ സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കുക.